വീണ ടീയുമായി ബന്ധപ്പെട്ട ഒരു ലേക്കർ ഇന്ത്യ കമ്പനിയുടെ ഓഫീസ് കോഴിക്കോടുണ്ട്. കോഴിക്കോട് പന്തിരങ്കാവിലാണ് ഈ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്. എന്നാൽ 2023 അനീസ് എന്ന് പറയുന്ന ഈ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനീസാണ് ഇത്തരത്തിലൊരു കെട്ടിടം ഇവിടെ വാടകയ്ക്ക് എടുക്കുന്നത്. ഈ ഒരു കെട്ടിടത്തിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ ആ കെട്ടിടം വ്യക്തമാണ്. കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയുള്ള ചെറിയ ഒരു ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ലേക്കർ ഇന്ത്യ കമ്പനിയുടെ ഓഫീസാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഈ കെട്ടിടങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. പൊടി പിടിച്ച് കിടക്കുന്ന രീതിയിലാണ്. ഈ സ്റ്റെപ്പുകളെല്ലാം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അധികം ആളുകൾ ഇവിടുന്ന് കടന്നു വരാത്ത രീതിയിലുള്ള ഒരു പൊടി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഒരു ബോർഡും തന്നെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2023 ഈ ഒരു കെട്ടിടം ഇവിടെ വാടകയ്ക്ക് എടുക്കുന്നത്. അനീസിൻ്റെയും അതുപോലെ തന്നെ ഈ അനീസും വീണയ്ക്കും പാർട്ട്ണർഷിപ്പുള്ള ഒരു സ്ഥാപനമാണിത്. കൂടുതൽ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ പരിസരവാസികൾക്കൊന്നും ഇവിടെ ആളുകൾ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ കമ്പനിയിൽ പ്രവർത്തിക്കുന്നതായിട്ടോ എന്നുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു രീതിയിൽ പേപ്പർ മാത്രമേ പതിച്ചിട്ടുള്ളൂ. അതിൽ ഈ ഒരു ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. പിന്നെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ദൃശ്യത്തിൽ എഴുതിയിട്ടുള്ളത് എന്നുമാണ് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. രേഖകൾ പ്രകാരമാണെങ്കിൽ കൂടുതൽ അധികാരങ്ങൾ, അതായത് ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അധികാരങ്ങൾ ഉള്ളത് വീണയ്ക്കാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടുകൾ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് വീണയാണ് എന്നുള്ളതും നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. 10 ലക്ഷത്തിലധികം രൂപ വീണ ഇതിനു വേണ്ടി ഈ ഒരു കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, PM മുഹമ്മദ് റിയാസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കൂടുതൽ രേഖകളെല്ലാം, അതായത് നിക്ഷേപങ്ങളുടെ കാര്യങ്ങളെല്ലാം ഹാജരാക്കുന്ന സമയത്ത് ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പരിസരവാസികൾക്ക് പോലും, അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് കെട്ടിടങ്ങൾ, ഈ കെട്ടിടത്തിൽ തന്നെയുള്ള മറ്റ് സ്ഥാപനങ്ങളിലുള്ള ആളുകൾക്ക് പോലും ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം.